മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. തീറ്റപ്പുൽ കൃഷിയിലെ നവീന വഴികൾ. പ്രവാസം കഴിഞ്ഞ് കേരള മണ്ണിൽ കാർഷിക വൃത്തിയിൽ അഭയം തേടി വിജയിച്ച പലരെയും നൂറുമേനി ഇതിനകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിൽ പട്ടുവത്ത് ഇല്ലത്തുവളപ്പിൽ പി ഗോപാലനാണ് ഇന്ന് നൂറുമേനിയുടെ വിശിഷ്ടാതിഥി. ഇത് പി ഗോപാലന്റെ യമുനാ തീരം എക്കോ ഫാം. പേര് കേൾക്കുമ്പോൾ ഇതൊരു നദീതീരമാണെന്ന് ധരിച്ചുവെങ്കിൽ തെറ്റിപ്പോയി. കാരണം ഇതൊരു കുന്നിൻ മുകളിലെ പാറപ്രദേശമാണ്. ഇവിടെ ഒരടിക്കനത്തിൽ മണ്ണ് നിരത്തിയാണ് ഗോപാലൻ തീറ്റപ്പുൽ കൃഷി നടത്തിയിരിക്കുന്നത്. 2.5 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ ഫാമിന്. ഇവിടെ സുഖശീതളമായ കാറ്റേറ്റു വളരുന്നു ഗോപാലന്റെ പശുക്കളും പശുക്കിടാങ്ങളും. നൂറുമേനി മുമ്പ് പരിചയപ്പെടുത്തിയ കർഷകരിൽ നിന്നും ഗോപാലനെ വേർതിരിച്ചു നിർത്തുന്ന പ്രത്യേക ഘടകം എന്താണ് എന്ന് സംശയം തോന്നിയേക്കാം. സ്വന്തം പശുക്കൾക്ക് മുന്തിയ ഇനം തീറ്റ കൊടുക്കണം എന്നുള്ളതിനാൽ തീറ്റപ്പുൽ കൃഷിയിലെ ആധുനിക മാർഗമായ ഹൈഡ്രോപോണിക്സ് ഫോഡർ കൃഷി ഇവിടെ അവലംബിച്ചു വിജയിച്ചിരിക്കുന്നു എന്നതാണ് സവിശേഷത. സംയോജിത ക്ഷീരവികസന പദ്ധതി പ്രകാരം ക്ഷീരവികസന വകുപ്പ് മുഖേനയാണ് ഗോപാലൻ ഇത് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ കൃഷിരീതി അവലംബിക്കുന്നതിന് അധിക സ്ഥലവിസ്തൃതി വേണ്ട എന്നു മാത്രമല്ല, ഏറെ ഗുണമേന്മയുള്ള തീറ്റ പശുക്കൾക്ക് ലഭ്യമാക്കാനുമാവും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ധാന്യം ഇവിടെ പൂർണ്ണമായും പശുക്കൾക്ക് ഉപയോഗിക്കാനാവും. തളിപ്പറമ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഹർഷ വി എസ്
ഹൈഡ്രോപോണിക് സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. തീറ്റപ്പുൽ കൃഷിയിലെ നവീന സാധ്യതയാണ് ഹൈഡ്രോപോണിക്സ് തീറ്റപ്പുൽ കൃഷി രീതി. കണ്ണൂർ ജില്ലയിൽ ക്ഷീരവികസന വകുപ്പ് സംയോജിത ക്ഷീരവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ക്ഷീരകർഷകർക്ക് 1,75,000 രൂപ വീതം ധനസഹായത്തോടെ 10 മെഷീനുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു മിനി ഹൈഡ്രോപോണിക്സ് യൂണിറ്റാണിത്. ഇതിൽ ഏകദേശം 8.5 കിലോയോളം കുതിർത്ത ചോളം അല്ലെങ്കിൽ ബാർലി അല്ലെങ്കിൽ മറ്റു ധാന്യത്തിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കാവുന്നതും 6-ാം ദിവസം വളരെ ഗുണമേന്മയുള്ള 50 കിലോയോളം ഹൈഡ്രോപോണിക്സ് ഫോഡർ ലഭിക്കുന്നതുമാണ്. മണ്ണും സൂര്യപ്രകാശവും ഇല്ലാതെ തീറ്റപ്പുൽ കൃഷി നടത്താനുള്ള ഏറ്റവും മികച്ച ഒരു സാധ്യത തന്നെയാണ് ഹൈഡ്രോപോണിക്സ്. തലേന്ന് കുതിർത്ത വിത്ത് ഏറ്റവും അടിയിലത്തെ തട്ടിൽ ഇടുകയും തുടർന്ന് ഓരോ ദിവസവും ട്രേകൾ മാറ്റി മാറ്റി വെക്കുകയും 6-ാം ദിവസം ഗുണമേന്മയുള്ള ഏതാണ്ട് 22 സെൻറ്റിമീറ്ററോളം പൊക്കത്തിലുള്ള ഹൈഡ്രോപോണിക്സ് ഫോഡർ ലഭിക്കുകയും ചെയ്യുന്നു. ഈ കൃഷിരീതിയുടെ മറ്റൊരു പ്രയോജനം ഒരു ധാന്യം പൂർണ്ണമായും തന്നെ പശുക്കൾക്ക് ആഹാരമാക്കാൻ സാധിക്കുന്നു എന്നതാണ്. കാരണം ഒരു വിത്തിനുള്ളിൽ തന്നെ 7 ദിവസത്തേക്ക് വളരാൻ വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ ജലം മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ മികച്ച രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് സെൻസറുകളും ടൈമറുകളുമാണ്. അതായത് കർഷകൻ ഇതിൽ ഫോഡർ നിരത്തിൽ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ വെള്ളം ഈ മെഷീനിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതനുസരിച്ച് ഒരു ട്യൂബ് ലൈറ്റും ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രകാശം ലഭ്യമാക്കുന്നതിന്. ആ രീതിയിൽ ഒരു മികച്ച ഒരു ഗുണമേന്മയുള്ള ഒരു തീറ്റ ലഭിക്കും. ഇന്നത്തെ കാലത്ത് ജൈവ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയൊരു സാധ്യത തന്നെയാണ് ഈ ഹൈഡ്രോപോണിക്സ് ഫോഡർ. കാരണം നമുക്ക് ജൈവ രീതിയിലുള്ള ചോളം അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചാൽ വളരെ ഗുണനിലവാരത്തിൽ ഈ ഫോഡർ നൽകുവാനായിട്ട് സാധിക്കും. കൂടാതെ ഈ ഹൈഡ്രോപോണിക്സ് ഫോഡർ രീതിയിൽ പശുക്കൾക്ക് തീറ്റ കൊടുക്കുമ്പോഴുള്ളൊരു ഗുണം കാലിത്തീറ്റ ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ്. ഏകദേശം 15 ലിറ്റർ ഉൽപ്പാദനക്ഷമതയുള്ള ഒരു കറവ പശുവിന് ഒരു ദിവസം 25 കിലോ ഹൈഡ്രോപോണിക്സ് ഫോഡർ, 10 കിലോ തീറ്റപ്പുല്ല്, 5 കിലോ വൈക്കോൽ എന്നിവ നൽകി കാലിത്തീറ്റ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് കടക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഫാമിൽ ഹൈഡ്രോപോണിക്സ് ഫോഡർ 6 പശുക്കൾക്കായാണ് കൊടുക്കുന്നത്. ആ രീതിയിൽ കാലിത്തീറ്റയുടെ അളവ് ഏകദേശം പകുതിയോളം കുറയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചോളം, മുതിര, കടല എന്നിങ്ങനെ വിവിധയിനം വിത്തുകൾ തീറ്റ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. വിത്തുകൾ 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് തുടർന്ന് 12 മണിക്കൂർ ചാക്കിൽ കെട്ടി ഭാരം കയറ്റി വയ്ക്കണം. പിന്നീട് മുളച്ച വിത്തുകളെ യന്ത്രത്തിനുള്ളിലെ ട്രേകളിൽ നിരത്തി അകത്തു വയ്ക്കുന്നു. അന്തരീക്ഷ ഊഷ്മാവ്, ഹ്യൂമിഡിറ്റി തുടങ്ങിയവ ഓട്ടോമാറ്റിക് സെൻസറുകളും ടൈമറുകളും ഉപയോഗിച്ച് ക്രമീകരിക്കപ്പെടുന്നു. 6 ദിവസമായി കഴിയുമ്പോൾ തീറ്റ തയ്യാറായി കഴിഞ്ഞിരിക്കും. അധികം ജോലിക്കാരെ ഇതിനായി പ്രത്യേകം നിയമിക്കേണ്ട ആവശ്യമില്ല. കർഷകന് സ്വയം അനായാസം കൈകാര്യം ചെയ്യാവുന്നതാണ് ഈ യന്ത്രം. മിനി യന്ത്രത്തിന് 2,32,000 രൂപയാണ് വില. മൊത്തം 3,4 ലക്ഷം രൂപ ഗോപാലിന് ചെലവായിട്ടുണ്ട്. അതിൽ 1,75,000 രൂപ ക്ഷീരവകുപ്പിൽ നിന്നും സബ്സിഡിയായി ലഭിച്ചിട്ടുണ്ട്. ചോളം മുളപ്പിച്ച് പശുക്കൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണിത്. 6 ദിവസം കൊണ്ട് ചോളം മുളച്ച് ഇത്രയും വലിപ്പമുണ്ടാവും. ഇത് 6ാമത്തെ ദിവസമാണ്. ഈ സാധനം ഡയറക്റ്റ് പശുവിന് കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് സിസ്റ്റമാണിത്. ടൈമർ വെച്ചിട്ട് വെള്ളം ചീറ്റേണ്ട സമയത്തും എക്സോസ്റ്റ് ഫാൻ വർക്കും AC എല്ലാം ടൈമർ വെച്ചിട്ട് ടൈമിൽ അവരെ ജോലി ചെയ്തു. ഇന്ന് ഈ ട്രയൽ വെക്കുന്നതാണെങ്കിൽ 2ാമത്തെ ദിവസം ഈ ട്രയലേക്ക് അങ്ങനെ മുകളിലേക്കാണ് പോവുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നിങ്ങനെ തള്ളി കൊടുക്കും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരാഴ്ച ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് 1 മാസമായി നമ്മൾ വിത്ത് വന്നിട്ട് 1 മാസമായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചോളം 6 പശുക്കൾക്കാണ് നമ്മളിപ്പോൾ
കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷം ഫാറ്റും പാലിൻ്റെ ഫാറ്റിൽ കൂടുതലുണ്ട്, അളവിൽ കൂടുതലുണ്ട് ഫാറ്റ്. അപ്പോൾ മൊത്തം ഇതൊരു വിജയമാണ് എന്നാണ് എനിക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. 1 സെന്റിൽ നിന്നും 1 ടൺ ഫോഡർ. 6-7 യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഇതിന് പ്രതിദിനം ആവശ്യമുള്ളൂ. മണ്ണും സൂര്യപ്രകാശവും വേണ്ടതാനും. വൈദ്യുതി പോയാൽ ഇൻവെർട്ടർ സംവിധാനം മൂലം ഈ യന്ത്രം പ്രവർത്തിച്ചുകൊള്ളും. ഇതുകൂടാതെ വലിയ കപ്പാസിറ്റി അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഹൈഡ്രോപോണിക്സ് ഫോഡർ വേണ്ടവർക്ക് പോളിഹൗസ് രീതിയിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള മെഷീനുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പോളിഹൗസ് രീതിയിൽ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ലഭ്യമാകുന്ന സ്ഥലത്ത് സ്ഥാപിച്ച പോളിഹൗസുകളിൽ ട്രേകളിൽ അടുക്കി ഇതുപോലുള്ള ഹൈഡ്രോപോണിക്സ് ഫോഡർ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിൻ്റെ പ്രവർത്തനക്ഷമതയും ഗുണനിലവാരവും ട്രേകളുടെ എണ്ണം അനുസരിച്ച് കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. വളരെ പോഷക സമൃദ്ധമായ ഒരു തീറ്റ തന്നെയാണ് ഈ ഹൈഡ്രോപോണിക്സ് ഫോഡർ. ചോളത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഒട്ടും ഗുണമേന്മ കുറയാതെ തന്നെ പശുവിൻ്റെ മുന്നിൽ എത്തുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഇതിന് ഒരു അല്പം ന്യൂനതയുള്ളത് ഫൈബറിൻ്റെ കുറവാണ്. ഫൈബറിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് ഹൈഡ്രോപോണിക്സ് ഫോഡർ കൊടുക്കുന്നതിനോടൊപ്പം നിർബന്ധമായും പച്ചപ്പുല്ലും വൈക്കോലും നൽകേണ്ടത് മതിയായ ദഹനത്തിന് വളരെ അത്യാവശ്യമാണ്. ഈ ഫോഡറിൻ്റെ പ്രധാന മെച്ചം വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഫോഡർ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് സാധിക്കുന്നു എന്നതാണ്. ഏകദേശം 1 സെന്റ് സ്ഥലത്ത് നിന്നും 1 ടൺ ഫോഡർ വരെ ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ അധ്വാനം വളരെ ആവശ്യമില്ല. കാരണം ഒരു കർഷകന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെഷീനാണിത്. ഇതിന് പ്രത്യേക ഒരു ജോലിക്കാരുടെയോ മറ്റോ ആവശ്യം വരുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു മേന്മ തന്നെയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഡയറി ഫാം നടത്തുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഹൈഡ്രോപോണിക്സ് മെഷീൻ. കാര്യം തീറ്റപ്പുല്ലും മറ്റു വിളകളും കൃഷി ചെയ്യാനൊക്കെ സ്ഥലം കുറവുള്ളവർക്ക് വളരെ ചെറിയ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള തീറ്റ ഉൽപ്പാദിപ്പിച്ച് പശുക്കൾക്ക് നൽകാനുള്ള ഒരു മികച്ച മാർഗവുമാണ് ഹൈഡ്രോപോണിക്സ് ഫോഡർ. ഏകദേശം 2,32,000 രൂപയാണ് ഈ മിനി ഹൈഡ്രോപോണിക്സ് മെഷീൻ്റെ വില. ഇതിന് ഒരു ദിവസം 50 കിലോ ഹൈഡ്രോപോണിക്സ് ഫോഡർ ഉൽപ്പാദിപ്പിക്കാനുള്ള ക്ഷമതയാണുള്ളത്. വിപണിയിൽ 3 ടണ്ണും അല്ലെങ്കിൽ അതിനധികവും വരെ പ്രതിദിനം ഹൈഡ്രോപോണിക്സ് ഫോഡർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മെഷീനുകൾ ഇന്ന് ലഭ്യമാണ്. ഓരോ കർഷകനും തൻ്റെ ഫാമിലെ പശുക്കളുടെ എണ്ണം അല്ലെങ്കിൽ തീറ്റക്രമം എന്നിവയനുസരിച്ച് എത്ര കിലോ ഉൽപ്പാദനശേഷിയുള്ള ഹൈഡ്രോപോണിക്സ് മെഷീൻ വേണം വാങ്ങുക എന്നത് തീരുമാനിക്കാവുന്നതാണ്. ഏത് ഫോഡർ വിളയുടെയും ഒരു പ്രധാന ന്യൂനത അതിൻ്റെ ഇല മാത്രമാണ് പലപ്പോഴും പശുക്കൾ ആഹരിക്കുന്നത് എന്നതാണ്. വളരെ മൂപ്പത്തിയ തണ്ടുകൾ പശുക്കൾ പലപ്പോഴും കഴിക്കാതെ വിടുകയാണ് പതിവ്. എന്നാൽ ഈ ഹൈഡ്രോപോണിക്സ് ഫോഡറിൻ്റെ ഏറ്റവും വലിയ മേന്മ വേരോടുകൂടി ഒരു സസ്യം പശു ആഹരിക്കുന്നു എന്നതാണ്. കാരണം ഇതൊട്ടും പാഴാകാതെ, തെല്ലും പാഴാകാതെ പശുവിൻ്റെ മുന്നിൽ തീറ്റയായിട്ട് എത്തിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഹൈഡ്രോപോണിക്സ് ഫോഡർ. 20 പശുക്കളും 6 കുട്ടികളും ഇപ്പോൾ ഗോപാലൻ്റെ ഫാമിലുണ്ട്. HF, ജേഴ്സി ഇനങ്ങളാണ് പശുക്കൾ. അകിട് കഴുകാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയുണ്ട്. തൊഴുത്ത് വൃത്തിയാക്കാനും പശുക്കളെ കുളിപ്പിക്കാനും പ്രഷർ പമ്പുണ്ട്. കറവയ്ക്ക് കറവയന്ത്രം ഉപയോഗിക്കുന്നു. പ്രതിദിനം 200ഓളം ലിറ്റർ പാൽ ലഭിക്കുന്നു. ബക്കളം ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ നിന്നും നേരിട്ട് വന്ന് പാൽ വാങ്ങിപ്പോകുന്നു. തറയിൽ റബ്ബർ മാറ്റ് വിരിച്ചിരിക്കുന്നു.